എന്നെ കുറിച്ച് 2 വാക്ക് പറ. ആണോ? ഇയാള് എന്റെ കുട്ടന്റെ പെണ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ ചുമക്കുന്നു. വേറെ 2 വാക്കുകൂടെ പറയാം. വേറെ 2 നീ എന്റെ പൊന്നാര മോനാ. ആണോ? ഞാനാണ് നിന്നെ ഇത്ര ആക്കി. അതെ ഗായ്സ്, പള്ളിക്കള്ളനായിരുന്നു. ഉമ്മാരോ? ജയ്ജിത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നറിയോ? എന്നിട്ടൊന്നും കൊണ്ടുവന്നില്ല. ഇന്ന് രാത്രി നമ്മള് കേക്ക് മുറിക്കാൻ പോകുന്നു. ആന്നാ? യെസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു രജിത്ത്. വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കിച്ചു പങ്കുവച്ചതാണ് കേട്ടോ. അപ്പം കിച്ചുവിൻ്റെ ഐഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോ ആണ്. അപ്പം ഇതിനെ ഞാൻ എടുത്ത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്നറിയോ? ഇതിനകത്ത് ഈ അമ്മ പറയുന്നൊരു വാക്കുണ്ട്. ആ ഒരു വാക്ക് നിങ്ങളൊന്ന് കേട്ട് വയ്ക്കേ. ഞാനാണ് നിന്നെ ഇത്ര ആക്കി. ഞാനാണ് നിന്നെ ഇത്രയും ആക്കിയത്. ആ അമ്മ പറഞ്ഞ ആ ഒരു ഒറ്റ വാക്ക്, ആ ഒരു സെന്റൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവകാശം പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. കൊച്ചിനെ വളർത്തി വലുതാക്കി നോക്കി പൈസ അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവകാശം പറയുന്നവർക്ക് ഒരു മറുപടിയാണ് ഈ അമ്മയുടെ വാക്കുകൾ. പലതും ഇവർക്കൊക്കെ പറയാനുണ്ട്. പക്ഷേ ഒരുപാട് പേരാണ് കമൻറ്റ് വരുന്നത്, അയ്യോ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ചെയ്ത വീഡിയോയ്ക്കും വന്ന കമൻ്റൊക്കെ ഇതാണ്, നന്ദിയില്ലാത്ത ചെറുക്കനാണ്, ആ ചെറുക്കനെ ഇത്രയും നോക്കി വളർത്തിയില്ലേ. ആര് നോക്കി? അപ്പം അങ്ങനെ കമൻ്റ് ഇടുന്ന അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് നടക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ അമ്മ നൽകിയത്. കൊല്ലം സുധിയുടെ അമ്മയാണ് ഇങ്ങനെ ഒരു മറുപടി തന്നിട്ടുള്ളത്. നീ എൻ്റെ പൊന്നു മോനാണ്, നിന്നെ ഞാനാണ് ഇത്രയും നോക്കി വളർത്തിയത്. അപ്പം ആരും അവകാശം പറഞ്ഞ് വരണ്ട. വളർത്തി, വളർത്തമ്മ, പോറ്റമ്മ എന്ന് പോലും പറയാനുള്ള യാതൊരുവിധ അർഹതയും അവർക്കില്ല. പോറ്റമ്മ എന്നുള്ളൊരു സ്ഥാനമുണ്ടെങ്കിൽ ഈ അച്ചമ്മയ്ക്കുള്ളതാണത്. ഈ അച്ചമ്മയാണ് ആ മകനെ പോറ്റി വളർത്തിയത്. അല്ലാതെ ഞാലിയാങ്കുഴി കിടന്നവളല്ല ഈ കൊച്ചിനെ നോക്കിയത്. കോവിഡ് ടൈമിലെങ്ങാണ്ടാണ് അവിടെ പോയി നിന്നത്. കോവിഡ് ടൈമിൽ നിന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. പല വീഡിയോയിലും പണ്ടും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിലേ മുതലേ ഇതിനെ നോക്കിയത് ഇതിൻ്റെ കുടുംബ വീട്ടിലാണ്, സുധിയുടെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഒന്നും അറിയാത്ത പോലെ, ഇല്ലേ, കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പോലെയാണ് പലരുടെയും വർത്താനം. ഈ കൊച്ചിനെ അങ്ങ് നോക്കി വളർത്തി പെറ്റമ്മ അല്ലെങ്കിലും പോറ്റമ്മയായില്ലേ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഈ കൊച്ച് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ഈ കൊച്ചിന് നേരിടേണ്ടി വന്നു. എല്ലാം അവരുടെ ഗുണ്ടകളാണ്, എല്ലാം അവരിറക്കുന്ന PR-കളാണ്. ശരിക്കും ഈ കൊച്ചിനെ ഒരുപാട് മോശക്കാരനാക്കാൻ നോക്കി. കള്ളുകുടിയനും കഞ്ചാവടിക്കാരനും അവസാനം പീഡന ശ്രമം വരെ വരുമെന്ന് ഈ കൊച്ച് പറഞ്ഞു. അത്രയും മോശമായിട്ട് ഈ കൊച്ചിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അറ്റാക്ക് ചെയ്യാണ് ഈ കൂട്ടങ്ങൾ, ഇവരുടെ ഈ കൂട്ടങ്ങൾ. നമ്മുടെയൊക്കെ വീഡിയോയ്ക്കും വരുന്നുണ്ട് ഈ കൂട്ടങ്ങൾ. ഞങ്ങളൊന്നും ഇതിനെ ഇത് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇതൊരു കുട്ടിയാണ്, അതിനൊരു ഭാവിയുണ്ട്. അതിൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഇന്നും ആ സ്ത്രീ ഞെളിഞ്ഞു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പം ആ കൊച്ചിൻ്റെ പേരിൽ പോലും ഇവർ മുതലെടുക്കുകയായിരുന്നു ആൾക്കാരുടെ മുന്നിൽ. പോറ്റമ്മ, വളർത്തമ്മ എവിടെ? ഇന്നിപ്പോൾ ആ അമ്മ തുറന്നു പറഞ്ഞു ഇനിയും വരും. നമ്മൾ കുറച്ച് നാൾ മുന്നേ മുതൽ ഇവരുടെ ഈ അഹങ്കാരം, ഈ തിമിർപ്പ്, ഈ സോഷ്യൽ മീഡിയ കടന്നുള്ള ഈ ആട്ടം, ഇതൊക്കെ കാണുമ്പോൾ ഈ സുധിയുടെ വീട്ടുകാർ ഒന്ന് വാ തുറക്കണേ, കിച്ചു ഒന്ന് വാ തുറക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തായാലും അത് ബലിച്ചു, ആ പ്രാർത്ഥന ബലിച്ചു. പതുക്കെ പതുക്കെ ഓരോന്നായിട്ടും പുറത്തു വരും. ഇപ്പോൾ കിച്ചു പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. കിച്ചുവിനെ കൂട്ടമായിട്ട് ഇത്രയധികം ആൾക്കാർ ആക്രമിച്ചപ്പോൾ ഒരു ചെറിയ വാക്കാണെങ്കിലും അത് വലിയൊരു കാര്യമാണ്. അത് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ ഒരു ചെറിയ വാക്കിലുണ്ട്. ഞാനാണ് നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്ന് ആ അമ്മ പറഞ്ഞ ആ വാക്കിലുണ്ട് എല്ലാ കാര്യങ്ങളും. അവരുടെ ഈ എല്ലാ കാര്യങ്ങൾക്കുള്ള മറുപടി ആ ഒരൊറ്റ വാക്കിലുണ്ട്. അപ്പം കിച്ചുവിനോടും കിച്ചുവിൻ്റെ അച്ഛമ്മയോടും ഒക്കെ പറയാനുള്ളത് ഇത് വേണം. ആ കുഞ്ഞിനെ നിങ്ങൾ ചേർത്ത് നിർത്തണം. ഇത്രയധികം സൈബർ അറ്റാക്ക് ആ കൊച്ച് നേരിടുമ്പോൾ അതും അവരുടെ ഭാഗത്തു നിന്നാണ് വരുന്നത് 100% ഉറപ്പാണ്. അപ്പം അവർ പടച്ചു വിടുന്ന അമ്പുകളാണ് ഈ കൊച്ചിനെതിരെ. അപ്പം അതിനെതിരെ നിങ്ങൾ വീട്ടുകാർ തന്നെ പ്രതികരിക്കണം. ഇങ്ങനെ നേരിട്ട് പറയണ്ട, ഇതുപോലെ മതി. ഈ കൊച്ചിനെതിരെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ അനാവശ്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് പ്രതികരിച്ചാൽ മതി. ഈ ഒരു ഒറ്റ വാക്ക്, ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സംശയമായിരുന്നു കിച്ചുവിൻ്റെ അവസ്ഥ എന്താകും, കിച്ചുവിൻ്റെ ഗതി എന്താകും, കിച്ചു ഇനി എങ്ങനെയായിരിക്കും. കാരണം 100, 200 ഒക്കെ ഇട്ട് അയച്ചു കൊടുത്ത് അവളുടെ ആ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം കിച്ചുവിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയണ്ടേ?
ഇതിപ്പം നമ്മൾ കാണുന്നത് ഒരു പ്രൊമോഷൻ വർക്കാണ്. കൂടെയുണ്ട്. അതെ, ഈ ജനങ്ങൾ കൂടെയുണ്ട്. മോൻ്റെ അച്ഛൻ്റെ ആത്മാവ് കൂടെയുണ്ട്. എല്ലാവരും നിനക്കൊപ്പം തന്നെയുണ്ട്. ചെറിയ പ്രായത്തിൽ നിനക്ക് പറ്റിയ ചെറിയ തെറ്റുകൾ അത് ഈ ലോകം പൊറുക്കും മോനെ. കാരണം തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. പക്ഷേ നീ ഇതുപോലെ ഇനി ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക. ഒരുപാട് പ്രൊമോഷൻസാണ് ഈ കുട്ടിക്ക് കിട്ടുന്നത്. നല്ല നല്ല പ്രൊമോഷൻസ്. ഡെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫർണിച്ചർ കടയുടെ ഒത്തിരി നല്ല രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകൾ ഇപ്പോൾ കിച്ചുവിന് കിട്ടുന്നുണ്ട്, കിച്ചു ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോറ്റമ്മ ചെയ്യുന്നത് എന്താ? ബാർ ഡാൻസിൻ്റെ പ്രൊമോഷൻസ്, ആൽബങ്ങൾ. അപ്പോൾ പോറ്റമ്മയുടെ ആ ഒരു ലെവല് വേറെ, മോൻ്റെ ലെവല് വേറെ. അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളാണ് കിച്ചുവിന് കിട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാമല്ലോ, ദൈവമുണ്ട്, കൂടെയുണ്ട്. എന്തായാലും മോനൊരു തെറ്റ് പറ്റി, ആ തെറ്റ് തിരുത്താനും നന്മയിലേക്ക് നടക്കാനും നല്ല വഴിയെ സ്വീകരിക്കാനും ഒക്കെ മോന് മനസ്സ് കാണിച്ചു. അതുമാത്രമല്ല, സുധി എന്ന് പറയുന്ന കലാകാരനോടുള്ള സ്നേഹം അത് മൊത്തം മോനാണ് കിട്ടാൻ പോകുന്നത്. എല്ലാവരുടെയും, പ്രേക്ഷകരുടെ എല്ലാവരുടെയും. കാരണം ഒന്നടങ്കം കേരള ജനത ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചാവാലിപ്പട്ടികൾ അവറ്റകളുടെ വൃത്തികെട്ട സ്വഭാവവും ക്യാരക്ടറും അതുപോലെയാണ്. അതുകൊണ്ടാണ് അതേപോലെ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ ഈ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വെറുത്തു പോവുകയാണ്. അത്രയധികം വെറുത്തു ആ സ്ത്രീയെ. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ മോനെ, ഉയരങ്ങളിൽ നീ എത്തും, പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ പോവുക. അച്ചമ്മയുണ്ട്, ഈ അച്ചമ്മയുടെ കൈകളുണ്ട് മോനെ ചേർത്ത് നിർത്താനായിട്ട്. പിന്നെ വലിയച്ഛനും വലിയമ്മയുമുണ്ട്. അപ്പോൾ ആ ഒരു കുടുംബം ഉള്ളപ്പോൾ നീ ഒറ്റയ്ക്കല്ല. പിന്നെ ഈ കേരള ജനത മൊത്തം നിൻ്റെ കൂടെയുണ്ട്. അപ്പം നല്ലതുപോലെ ഇതേപോലെ തന്നെ പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒരുപാട് മനസ്സ് നിറയ്ക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.